അയ്യോ മറ്റേ ഹെൽനോ സ്മാർട്ടാ അങ്ങനെ ഒരു പെങ്കൊച്ചില്ലേ ഈ യൂട്യൂബ് ഇൻഫ്ലുവൻസർ. ഞാനൊരു ബിയർ അടിച്ചിരുന്നു, എന്നാൽ അയ്യപ്പ ബൈജു ഒന്നുമല്ല. വെരി വെരി സോറി. ഹെൽനോ സ്മാർട്ട്. ആ കൊച്ചിൻ്റെ പടമൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ വെച്ചേക്കുന്നു. ഇങ്ങനെയൊക്കെ ബിയർ കുപ്പി അവൾ അങ്ങനെ ഇരിക്കുന്നു. ഇവരുടെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറയത്തില്ല എപ്പോഴും ഈ നാട്ടിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്ന് പറഞ്ഞ് ഒരു പെറ്റി അടിക്കാൻ വേണ്ടി ഒരു മെഷീനും പൊക്കി പിടിച്ച് ഇറങ്ങിയിട്ട് ഈ ഒരു ബിയറൊക്കെ അടിച്ചവരെ പിടിക്കുന്നത് എങ്ങനെ വാർത്തയാക്കാൻ പറ്റുന്നതെന്നുള്ള ഇത്രയും അധപ്പതിച്ച ഒരു രീതി ഒരു ഡെവലപ്ഡ് കൺട്രി ഇല്ല. അങ്ങനെ ഒരിക്കലും വരത്തില്ല. അവർ പിടിച്ചു കഴിഞ്ഞാൽ ചെക്ക് ചെയ്യും. ഇവർ ഭയങ്കര പെരുത്താണ് ഓടിക്കുന്നത്. അല്ലാതെ അവർ മണപ്പിച്ചിട്ട് ഓക്കെ അയാൾക്ക് അടുത്ത ടെസ്റ്റുകൾ കൊടുക്കും. അയാൾക്ക് വളരെ കൂളാണെങ്കിൽ അയാൾ ഓടിച്ചോളാൻ പറയും. പിന്നെ അയാൾക്ക് വല്ല ക്ലാസ് വല്ലതും കൊടുക്കത്തേ ഉള്ളൂ. വളരെ കുറച്ച് അതിൻ്റെ ആ ഇത് നോക്കും. അതെന്ന് വെച്ചാൽ ഒന്നല്ല ബിയർ ഒരെണ്ണം കുടിച്ചാലും പ്രശ്നമുള്ളവരുണ്ടാവും. മനസ്സിലായോ? എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ കപ്പാസിറ്റി. അപ്പോൾ ആ കൊച്ചു ചിലപ്പോൾ ആ മണം മാത്രമേ കാണത്തുള്ളൂ. ഇത് അടിക്കാത്തവരാണ് ഈ ലോകത്തുള്ളവർ. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചിലവാക്കുന്ന മദ്യത്തിനാന്ന് പറഞ്ഞ് വാർത്ത വരുന്ന നാട്ടിലാണ്. കുട്ടികളെ കാണാതാവുന്നുണ്ടല്ലോ. എടോ എത്ര മിസ്സിംഗ് കേസ്, എത്ര വാർത്ത വരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ആ വാർത്ത ഫോട്ടോയോടൊപ്പം വന്നാലേ ആ കുട്ടികളെ കിട്ടാനുള്ള സാധ്യതകളും കൂടുന്നുള്ളൂ. അത് പോലീസ് ചെയ്യത്തില്ല. അവർക്ക് മീഡിയ അറ്റൻഷൻ കിട്ടുന്ന പരിപാടിക്ക് ഇവർ ഇറങ്ങിയേക്കുന്നത്. അത് എന്തോരം കേസുകളുണ്ട്. മിസ്സിംഗ് കേസുകളെല്ലാം വാർത്തയ്ക്കകത്ത് നല്ല കൃത്യമായിട്ട് പടവും അവരെ പറ്റിയുള്ള വീഡിയോസ്, അവർ ഇരിക്കുന്ന എങ്ങോട്ട് പോയി എന്താ സ്വഭാവം എന്ന് വരെ പറയണം. അതെപ്പോഴും വാർത്ത വന്നുകൊണ്ടിരിക്കുക. അതിനുവേണ്ടി ഒരു ചാനൽ തുടങ്ങിയാലോ? ശരിയാണല്ലോ, നല്ലൊരു കാര്യമായിരിക്കും അല്ലേ? ആരെങ്കിലും മിസ്സിംഗ് കേസുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വാർത്തയാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടുക. ഞാൻ വീഡിയോ ഇട്ട് തരാം. വീട്ടുകാരുടെ കൺസെൻറ്റോടുകൂടി ചാരിറ്റി വിത്ത് ക്ലാരിറ്റിയുടെ ഒരു പരിപാടിയാക്കി തരാം. അത് വേണ്ടതാണ് കേട്ടോ. കാണാതായ ആളുകളെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഓൾ ഇന്ത്യ അത് അതിനനുസരിച്ച് ടാഗും ടൈറ്റിലും കൊടുത്താൽ മതി. ഇംഗ്ലീഷ് ടൈറ്റിലൊക്കെ കൊടുത്ത് കുറച്ച് ബൂസ്റ്റൊക്കെ അടിക്കാനും കൂടെ വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എവിടെ നിന്നെങ്കിലുമൊക്കെ പറയാൻ പറ്റത്തില്ലല്ലോ. നമ്മളെന്തിനാ വെറുതെ? സാധ്യത ഉണ്ട് അതിനകത്ത്. ചിലപ്പോൾ 100-ൽ ഒരാളെയൊക്കെ കിട്ടത്തുള്ളായിരിക്കും, പക്ഷെ ആ ഒരാളെ കിട്ടും. അത് കാണാതാകുന്ന മണിക്കൂറുകൾക്കുള്ളിലാണെങ്കിൽ സാധ്യത വീണ്ടും കൂടുക. പിന്നെ ഒരു ദിവസവും 2 ദിവസവും കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. പിന്നെ കുറേ പേരെ കളയുന്നുണ്ട്. അവരെയും കാണാതായ ലിസ്റ്റിലാണ് പെടുത്തുന്നത്. ഇവിടെ ഇപ്പോൾ ഈ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നവർ പലരും കാണാതായവരാ. ആരും കാണാതായെന്നേ ഉള്ളൂ. ആരും കാണാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെയും ഉണ്ട്. പക്ഷെ കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല കേട്ടോ. തട്ടിക്കൊണ്ട് പോക്കൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. പക്ഷെ ഇതെന്നിട്ട് അവൾ കിടന്ന് വീഡിയോ ഇടുന്നു. ആ കൊച്ചിനെ ഉപയോഗിക്കേണ്ട ഒരാവശ്യമില്ല. അതെന്ത് വേണേൽ കാണിക്കട്ടെ. അതിനിപ്പോൾ ഒരു ബിയർ അടിച്ചോ 2 ബിയർ അടിച്ചോ അത് കുഴഞ്ഞ് കച്ചറയായി വണ്ടി വളരെ റാഷ് ഡ്രൈവിങ്ങും. ആ ഡ്രൈവിങ് കണ്ടാൽ അറിയണം. മനസ്സിലായില്ലേ? അങ്ങനെയല്ല അത് അത്രയും നോക്കണ്ട. പക്ഷെ എങ്കിൽ പോലും ഒരു മിതമായ വളരെ കുറച്ച് വല്ല ഒരു പെഗ്ഗും വല്ലതും ഒന്നൊരു കമ്പനിക്ക് അടിച്ചു പോയെന്ന് പറഞ്ഞാൽ ഉടനെ അതിന് പെറ്റിയടിക്കേണ്ട ആവശ്യമില്ല. അതറിയാൻ പോലീസിന് പറ്റത്തില്ലായിരിക്കും. പക്ഷെ എങ്കിൽ പോലും ഇയാളെ ചെക്ക് ചെയ്താൽ ഒരു പരിധി വരെ മനസ്സിലാക്കാൻ പറ്റും. ഇയാളുടെ സംസാരിച്ചാൽ തന്നെ പിടികിട്ടും ഇയാൾ പെരുപ്പാണോ അല്ലയോ. എന്നിട്ട് മറ്റേ അമേരിക്കയിലൊക്കെ ഊതിക്കുമ്പോൾ ഇതിൻ്റെ പേഴ്സൻറ്റേജ് അറിയാവുമെന്ന് എനിക്കറിയത്തില്ല. കാരണം അവർ ആണോ? ഓ എന്നാൽ ഇതിനകത്ത് ചെറിയ മണം അടിച്ചാൽ വരുമെന്ന്. അത് കീന്ന് അത് അവർ സെറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. പിന്നെ അതുമല്ല മറ്റേ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ 2 ആണോ 3 ആണോ കുറേ ടെസ്റ്റൊക്കെ കൊടുക്കും. കൈ വെക്ക് കാല് വെക്ക് എന്നൊക്കെ പറയും അവർ. എന്നിട്ട് കുഴപ്പമില്ലെങ്കിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ വിടും. മനസ്സിലായോ? പക്ഷെ ഇവിടെ അങ്ങനെയല്ല. മണം അടിച്ചാൽ അപ്പോഴേ പെറ്റിടിക്കത്തുള്ളൂന്ന്. പിന്നെ കുറച്ച് അയാൾക്കൊരു ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് പോലും ഇല്ല. അല്ലെങ്കിൽ എന്താ പറയണ്ടേ, ബിഹേവിയർ സേഫ്റ്റി എന്നൊക്കെ പറയുന്ന ക്ലാസ്സുകളൊക്കെ കൊടുക്കേണ്ടതാണ്. പിന്നെ ഇല്ല. എത്ര പേർക്ക് കിട്ടിയെന്ന് നോക്ക്. പെറ്റി അടിച്ച കണക്ക് വെച്ച് നോക്കിയാൽ അത് ശരിക്കും 10,000 രൂപ പെറ്റി അടിക്കുന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിനും കൂടെ കൂടി ആ ചാർജ് കൊടുക്കേണ്ടതാണ്. മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഫെസിലിറ്റിക്കും ആ എന്താ പറയണ്ടേ പഠിപ്പിക്കാൻ വരുന്ന ലെക്ചററോ അല്ലെങ്കിൽ ട്രെയിനറോ ആരും ആയിക്കോട്ടെ അവരുടെ സാലറി കൂടെ കണ്ടെത്തുന്നതാണ് ഈ പറഞ്ഞ 10,000 രൂപ. അല്ലാതെ
അത് വേറെ ഡിപ്പാർട്ട്മെൻറ്റിന് അല്ലെങ്കിൽ അവർക്ക് വണ്ടി മേടിച്ച് കൂട്ടാനൊന്നും ആക്കരുത്. മനസ്സിലായല്ലേ? അവിടെ അതിനാണ് അപ്പോൾ ആക്രാന്തം കൂടി മറ്റേ ബോണസ് ഉണ്ടാക്കാൻ നോക്കുന്നു. സംഘടനയോട് സംഘടിതമായിട്ട് അവർക്ക് കുറച്ചുകൂടി പൈസ എന്തെങ്കിലുമൊക്കെ ആ സ്കീമിലോട്ടൊക്കെ മാറ്റുന്നുണ്ടാവും. അല്ലെ വേറെ ഡിപ്പാർട്ട്മെൻറ്റ് സാലറി കൊടുക്കാൻ ഉപയോഗിക്കുമെന്ന് അറിയത്തില്ല. ശമ്പളമാണല്ലോ മുഖ്യം. അപ്പോൾ ഇമാതിരി കേസ് വരുമ്പോൾ ഈ പിള്ളേരെ അത് എന്തിൻ്റെ കേടാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചോദിച്ചിട്ട് ആരാ മദ്യപിക്കാതെ? എല്ലാവർക്കും അറിയാം മദ്യപിച്ച് കഴിഞ്ഞാൽ എത്രത്തോളം കുടിച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നം ഉണ്ടാകുന്നതെന്നൊക്കെ അറിയാം. ഇവിടെ നടക്കുന്ന ആക്സിഡൻസ് എല്ലാം മദ്യപിച്ചിട്ടും അല്ല. എനിക്കറിയാം. ഇപ്പോൾ ഒരു ബിയറൊക്കെ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ കപ്പാസിറ്റി ഓരോരുത്തർക്ക് ഓരോ തരമായിരിക്കും. അത് ഞാൻ ഉറപ്പ് പറയുവാണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് എന്ത് ടെസ്റ്റിനും ഞാൻ തയ്യാറായി കഴിഞ്ഞാൽ കുഴപ്പമില്ല ശരിക്കും. ഞാനിപ്പോൾ ഒരു ബിയർ അടിച്ചാൽ എനിക്കൊന്നും ആകുന്നില്ല. അത് വെറുതെ ഒരു മണം ഉണ്ടാക്കുന്നുള്ളൂ, അല്ലാതെ എൻ്റെ എന്താ പറയണ്ടേ ശ്രദ്ധക്കുറവോ ഒന്നും വരുത്തുന്നില്ല. അതിലും ശ്രദ്ധ കുറയുന്നുണ്ട് ഞാൻ ചിലപ്പോൾ ഉറങ്ങാതിരുന്നാൽ. അത് ടെസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും സാധനം ഉണ്ടോ? ഉറങ്ങിയാണ് പല ആക്സിഡൻറ്റും ഇവിടെ ഉണ്ടായിരിക്കുന്നത്. പലരും ലോങ് ഡ്രൈവ് പോകുന്നവരൊക്കെ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ തൂങ്ങിപ്പോകുമ്പോൾ ആണ് ആക്സിഡൻറ്റ് ശരിക്കും ഉണ്ടാകുന്നത്. ഇപ്പോൾ കള്ള് കുടിച്ചാൽ പോലും ആ അശ്രദ്ധ വരുന്ന സ്ഥലത്താണ്, ആ അശ്രദ്ധയിലെത്തുന്ന തരം ഒരു മാനസികമായോ ശാരീരികമായോ ഉള്ള ക്ഷീണാവസ്ഥയിലെത്തുമ്പോഴാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. കാൽക്കുലേഷൻ തെറ്റുന്നപ്പോഴാണ്. അല്ലാതെ ഫുൾ എനർജി ഓണായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് അതാണ് ഈ 2 പെഗ്ഗൊക്കെ അടിച്ച് കഴിഞ്ഞാൽ കുറച്ച് എനർജി കൂടുമ്പോൾ ആക്യുറസി കൂടുന്ന പോലെ തോന്നുന്ന ആളുകൾക്ക്. അതായത് വണ്ടിയൊക്കെ കുറച്ച് കറക്റ്റായിട്ട് ഓടിക്കും എന്നാണ് പറയുന്നത്. ഒരു സ്പീഡ് ഓടിച്ചാൽ പോലും ഇടിക്കത്തില്ലെന്നുള്ള ഓവർ കോൺഫിഡൻസ് 4ാമത്തെ പെഗ്ഗ് അടിക്കുമ്പോഴേ തുടങ്ങത്തുള്ളൂ. മനസ്സിലായി? അത് ഓരോരുത്തർ കപ്പാസിറ്റി പോലെ ഇരിക്കും. അപ്പോഴും ഞാൻ പറയാം, അത് നമുക്കറിയാമെങ്കിൽ നമ്മളത് കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നവരാണ് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ലെന്നേ. ഞാൻ ഒത്തിരി പ്രാവശ്യം വണ്ടിയൊക്കെ ഓടിച്ചിട്ടുണ്ട്, പണ്ട് ബൈക്കൊക്കെ ഓടിച്ചിട്ടുണ്ട്. ഒരു ബാറിലൊക്കെ പോയി ഞങ്ങളുടെ ഇടവഴി കയറി എല്ലാവരും പോകുന്നില്ല. ആരാ ഇത് പോകാത്തത്? പോലീസുകാർ പോകുന്നില്ലേ? പോലീസുകാർ ഡ്യൂട്ടി വാഹനത്തിനകത്ത് നിന്നൊക്കെ അടിക്കുന്നത് വീഡിയോ വരെ പുറത്തു വന്നു. അതിനൊന്നും കാര്യമില്ല. ഇത് വെറുതെ വാർത്ത ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മീഡിയ അറ്റൻഷൻ കിട്ടുന്നു, ഉടനെ അത് വലിയ സംഭവമാക്കുന്നു. പിന്നെ അവളത് വീഡിയോ ചാനൽ ഏതാന്ന് നോക്കണ്ട. അവർ കുറേ ദിവസമായി തുടങ്ങിയിട്ട് ആ കൊച്ചിനെ അറസ്റ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ വീട്ടിൽ വിളിക്കുന്നു ആരാണ്ടൊക്കെ. ആർക്കറിയാം, അമ്മയെ വിളിച്ച് പേടിപ്പിച്ചെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവർക്ക് അത് പ്രശ്നമൊന്നും അല്ല. ഇവൾക്ക് അത് കണ്ടന്റായിട്ട് അവൾ എൻജോയ് ചെയ്യുന്നുണ്ടാവും. അത് പക്ഷേ എന്നാലും അതിൻ്റെ ആവശ്യമില്ല. എനിക്കറിയത്തില്ല എന്തോ അതിൻ്റെയൊക്കെ കാര്യമെന്ന്. എല്ലാവർക്കും പൈസ വേണം. അപ്പോൾ ആ കൊച്ചത് ബാക്കി കണ്ടന്റ് കൂട്ടുന്നതായിരുന്നു രസം. ആ ഓരോ നിമിഷവും കണ്ടന്റ് ആക്കണതാണ്. അവർ ഉണ്ടാക്കുന്ന അത്രയും പൈസ നമ്മളും ഉണ്ടാക്കണ്ടേ? ഗതികേട് നോക്കിക്കോണേ ഓരോ അവസ്ഥകൾ. ഇതാണ് പ്രബുദ്ധ മലയാളി കേരള സമൂഹമേ. ഇമാതിരി വാർത്തകൾ ആഘോഷിക്കുന്ന ഒരു നാട്. വാർത്ത എന്നല്ല, ഇത് ഇമാതിരി സംഭവങ്ങൾ ആഘോഷിക്കുകയോ ചെയ്യുന്നത്. അല്ലാതെ ഇത് വാർത്തകളെല്ലാം ഒന്നും ഇവരെടുക്കത്തൊന്നുമില്ല. ആവശ്യമുള്ള വാർത്തകളൊട്ട് വരത്തുമില്ല. ഇത്രയും നേരം കൊണ്ട് ഒരു മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്തിരുന്ന ചിലപ്പോൾ ഒരാളെ കിട്ടിയാണ്. ഇവർ ചെയ്യുന്ന പണി, ഇതുപോലെ എത്തിക്സ് ഇല്ലാത്ത മനുഷ്യർ. അപ്പം ശരി.